ഗൈസ് ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എങ്ങനെയാ ഇവിടെ തൈര് ബ്രിഞ്ചോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിച്ച് ആസ്വദിക്കാനായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത് ഡെലിഷ്യസ് ആണ്. So let's get started. Let's see how to make it, guys. Come on, guys. ഇന്ന് നമുക്ക് ഇവിടെ ബ്രിഞ്ചോൾ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കാം. ബ്രിഞ്ചോളിട്ട് ഒരു മെഴുക്കുവരട്ടി പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടിയ സാധനങ്ങൾ മെഴുക്കുവരട്ടിയല്ല, അത് തൈര് സാമാനം. തൈര് ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കിയിട്ട് തൈരിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രിഞ്ചോൾ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഒലിവ് ഓയിൽ, പിന്നെ തിളപ്പിച്ചാറിയ ചൂടുവെള്ളം വേണം. പിന്നെ അതിന് വേണ്ടിയിട്ട് തൈര്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെങ്ങനെ നമുക്ക് തൈരിട്ട് ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്തിട്ട് തൈര് പച്ചടി പോലെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. നമുക്കിവിടെ തയ്യാറാക്കി നോക്കാം. നമ്മൾ ഫ്രൈങ് പാൻ എടുക്കുക. അതിൽ ആദ്യം ഒന്ന് ചൂടാക്കി എണ്ണ ആദ്യം ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്ന നേരം നമുക്ക് ബ്രിഞ്ചോൾ ഇടാം. ശകലം വെള്ളം ചേർക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മസാലകളെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് യോജിപ്പിച്ചിടുക. ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കുക. എല്ലാം ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കണം. എന്നിട്ട് നമ്മൾ ബ്രിഞ്ചോൾ റെഡിയാകാൻ വേണ്ടി 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ബ്രിഞ്ചോൾ ഇവിടെ വെന്ത് കിട്ടി. ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് തൈരിടാം. നല്ലപോലെ തൈരിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നമ്മൾ തൈരിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മളെ ബ്രിഞ്ചോൾ ഫ്രൈ കേർഡ് റെസിപ്പി ഇവിടെ റെഡിയായി. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്ക്. നല്ല രുചിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.